നുസ്രത് ജഹാൻ, നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു ഇത്തരത്തിൽ പെൺകുട്ടികളെ വലവീശി പിടിച്ച് മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു ജിഹാദി പ്രവർത്തനം ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. UP ATS ആണ് അത് തകർത്തത്. 1000 കോടി രൂപയുടെ ഒരു നെറ്റ്വർക്ക്, അത്തരത്തിൽ വലിയ ഫണ്ട് ലഭിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് അവിടെ ഉണ്ടായത്. ശ്രീ ജലീൽ പുനലൂർ ചോദിച്ചു ആ ഒരു എവിടെയും തൊടാതെ ചില കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത് എന്ന്. ചാങ്ങൂർ ബാബ, 70 വയസ്സുള്ള ചാങ്ങൂർ ബാബയെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? അങ്ങൊന്ന് ഇന്റർനെറ്റിൽ പരിശോധിച്ചാൽ മനസ്സിലായും. അയാളുടെ കീഴിൽ ഈ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള മതപരിവർത്തന നീക്കങ്ങൾ, അത് ATS തടയിട്ടത് കേരളത്തിൽ പോലും അതിൻ്റെ വേരുകൾ ഉണ്ടെന്നുള്ള കണ്ടെത്തലുണ്ട്. നുസ്രത് ജഹാൻ, ഇതാണ് ഇവിടെ പ്രസക്തമാകുന്ന കാര്യം. നമ്മുടെ ചുറ്റും ഈ ഒരു മാഫിയ അങ്ങേയറ്റം വലവിരിച്ചിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ ഈ വലയിൽ അകപ്പെടാതിരിക്കാൻ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് 2023 ഒരു സിനിമ ഇറക്കി. അത് കാണാൻ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ, ഇവിടുത്തെ ഒരു ഇക്കോസിസ്റ്റം, ജിഹാദി ഇക്കോസിസ്റ്റം അനുവദിക്കാതിരുന്ന ഒരു സാഹചര്യമുണ്ടായി. അവസാനം ദൂരദർശനാണ് ആ സിനിമ സംപ്രേഷണം ചെയ്തത്. പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രമാണ് ആ സിനിമ പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞത്. ഇതേ കാര്യങ്ങൾ തന്നെ ഈ രണ്ടാമത്തെ സിനിമ വരുമ്പോഴും ആവർത്തിക്കുകയാണ്. നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. എങ്ങനെയാണ് ഇതിനെ പുറത്തു കൊണ്ടുവരേണ്ടത്? നീലിമ, അപ്പൊ എവിടെയാണ് സംഭവിച്ച UP പറഞ്ഞാൽ ലക്നൌവിലാണ്. ഒരു ദർഗന്റെ അടുത്ത്, ദർഗയായിട്ട് ഒരു ബന്ധമില്ല, ദർഗന്റെ അടുത്ത് റൂം വെച്ച് കെട്ടി ഇങ്ങനെ കുറെ സൂഫിമാരാ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൽ ഒറിജിനലും ഉണ്ട്, ഒറിജിനൽ അല്ലാത്തതും ഉണ്ട്. അതുപോലെയുള്ളായിരുന്നു ജമാലുദ്ദീൻ ഏലിയാസ് ചങ്കൂർ ബാബ. ഇദ്ദേഹം കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 1000 കോടിയുടെ സ്വത്തുക്കൾ അദ്ദേഹത്തിന്റെ ബാങ്കിലേക്ക് വന്നു എന്നാണ് UP ATS NIAക്ക് കൈമാറിയ റിപ്പോർട്ടിലുള്ളത്. അപ്പോ അതൊന്നും കറക്റ്റ് ആണോ നോക്കാൻ നമുക്ക് അവിടെ പോകാനും പറ്റില്ല. ഓക്കെ, കേരള സ്റ്റോറി ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചാണ് കേരള സ്റ്റോറിയിലും ഉണ്ടായി എന്ന് പറയുക. കേരള സ്റ്റോറി പാർട്ട് 2 ബിയോണ്ട് ബോർഡേഴ്സ് ആണ്. അതിന്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കണം. കേരള സ്റ്റോറിന്റെ ആൾക്കാർ കേരളത്തിന്റെ പുറത്തും കേരളക്കാർക്ക് സംഭവിച്ച കഥകളാണ് ഇതിൽ വരുവാന്നാണ് എൻ്റെ ഒരു തോന്നല്. കാരണം ഇനി സിനിമ കണ്ടിട്ട് നമ്മൾ പറയാം, ട്രailer മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ബിയോണ്ട് ബോർഡേഴ്സ് കേരളത്തിന് സംഭവിച്ച ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇന്നിപ്പോ 1000കണക്കിന് യുവതികളെ കൊണ്ടുപോയി മതം മാറ്റിച്ചു എന്ന് പറയുന്നത് തെറ്റാണെന്ന് ജലീൽ സാഹിബ് പറഞ്ഞു. അതുപോലെ കുറെ ആൾക്കാർ അത് പറയുന്നുണ്ട്. അപ്പൊ പക്ഷെ ഞാൻ പറയാം, ഇത് ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന കാലം തൊട്ട് പറയുന്ന മോദി അജണ്ടകളൊന്നും അല്ല ഇത്. ബിഫോർ 18 ഇയേഴ്സിന് മുമ്പേ ഒരു കഥ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ അരീക്കോട് പശ്ചാത്തലത്തിലെ രണ്ട് ആൺകുട്ടികൾ വന്നത് ഇങ്ങനെ മുട്ടിന് വരെയുള്ള പാന്റും ജുബയൊക്കെ ഇട്ട്. പക്ഷെ അവര് വരുന്നത് എൻ്റെ ഒരു എയർലൈനിലുള്ള ഒരു ഫ്രണ്ട് പിന്നെ റെഫർ ചെയ്തിട്ട് അവർക്ക് ഒരു പ്രശ്നമുണ്ട്, അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ വന്ന്. അപ്പൊ വന്നിരുന്ന് ഇവരെ കഥ ഞാൻ കേൾക്കുക. ഈ കഥ ജനങ്ങൾ കേൾക്കണം. ഇവരുടെ അമ്മ പറയുന്നത് ഉമ്മ എന്ന് പറയുന്ന അമ്മയായിരുന്നു. അമ്മയും മക്കളും 2 ആൺമക്കളും ഭർത്താവും അബുദാബിയിൽ നല്ല സ്വസ്ഥമായി ജോലി ചെയ്യണ ഒരു സ്ഥലത്ത്, അബുദാബിയിൽ ഇവര് ഒരു ക്ലിനിക്കിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഹിന്ദു നായർ ഫാമിലിയിലെ ഏറ്റവും വലിയ തറവാട്ടുകാര്. കണ്ണൂർ ആ ഭാഗത്ത് എവിടെയാണ് അവരെ വീടുണ്ടായിരുന്നത്. ഞാൻ അവരുടെ ഐഡന്റിറ്റി ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെ ഇവരവിടെ ഇരുന്നപ്പോ അവിടെ വന്ന ഒരു മുക്കാ തുണിക്കാരൻ, താടിക്കാരൻ, വൃത്തിയില്ലാത്ത താടിക്കാരൻ എന്ന് പറയാ. ഇവർക്കുള്ള ഒരു സ്വഭാവം അതാ. ഇയാൾ എങ്ങനെയോ ഇവരെ മയക്കി 2 മക്കളുള്ള ഈ പെണ്ണിനെ പ്രേമിച്ചു. മതം മാറുക പറഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞ് പെട്ടിയെടുത്ത് ഇറങ്ങിപ്പോയി. മക്കളെ അതുപോലെ ട്രെയിൻ ചെയ്ത് കുറച്ചു ദിവസം കൊണ്ട് 2 ആമക്കളെയും കൊണ്ടുപോയി ഇവര് അയാളെ കല്യാണം കഴിച്ചു. ഇങ്ങോട്ട് മൈസൂരിൽ വന്നിട്ട് കല്യാണം കഴിച്ചു. ആ നിക്കാഹ് കഴിഞ്ഞ് അവര് പർദ്ദയൊക്കെ ഇട്ട് മാറി. ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ഇദ്ദേഹം അവിടെ അവസാനം അയാളൊരു ഭ്രാന്തനെ പോലെ അലയേണ്ട അവസ്ഥ വന്നു. 2 മക്കളും നമ്മൾ ഇതാക്കി. ഇവര് ഈ അച്ഛനെയും കൂടെ അങ്ങോട്ട് മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇതൊക്കെ പഠിച്ചു. ഇവരെ അത്രയും പഠിപ്പിച്ചു ചെക്കന്മാര് പറഞ്ഞാല് ഭയങ്കര ഒരു മൗലവിക്ക് പോലും അങ്ങനെ ഇസ്ലാം സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ട് കരുത്തിയിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങളെ അച്ഛനല്ലേ, ആ അച്ഛനെ നിങ്ങൾ നോക്കേണ്ട ഇതുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പൊ അവരെ എവിടെയാണെങ്കിലും സ്വസ്ഥമായിട്ട് അവരെ നോക്കാനല്ലാതെ അവരോട് ഫൈറ്റ് ചെയ്യാൻ നടക്കില്ല. പക്ഷെ അവിടെയൊന്നല്ല ഇപ്പൊ പ്രശ്നം ഇരിക്കുന്ന ഈ പയ്യനേക്കാളും മൂത്തൊരു മുസ്ലിം പെൺകുട്ടീനെ അരീക്കോടുള്ള ഒരു സഭ
ഇവരുടെ കല്യാണം കഴിപ്പിച്ച് ഈ ചെക്കന്റെ തലയിലാക്കി, ഇവനെക്കാളും 8 വയസ്സിന് മൂത്തൊരു പെൺകുട്ടിയെ. അപ്പൊ അവൻ അവിടെ നിന്നിട്ടില്ലെങ്കിൽ ഇവന് അവിടുത്തെ പ്രശ്നങ്ങളുണ്ട്, കുറെ പ്രശ്നമുണ്ട്. ഇവര് രണ്ടാളും ഒരു ചെറിയ റൂമിലാ. കാരണം ഇവർക്ക് നാട്ടിൽ പോവാൻ വയ്യ, അബുദാബി പോവാൻ വയ്യ. അമ്മന്റെ കൂടെ നിൽക്കുമ്പോ അമ്മന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാല് ഭയങ്കര ഷ്രൂഡാ, കണ്ട സ്നേഹമൊന്നുമല്ല. മൈസൂരിൽ എവിടെയോ ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുന്ന അയാൾ അച്ഛനെയും അമ്മനെയും ഉമ്മനെയും വാപ്പനെയും നോക്കാൻ വേണ്ടിയിട്ട് വയസ്സായ ഉമ്മനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലവ് ജിഹാദ് നടന്നത് എന്നുള്ളതാണ് ഇതിലെ സ്റ്റോറി. അതുപോലെ തന്നെ ഈ കുട്ടിയിലെ ഒരുത്തന് ജോലി കിട്ടിയിട്ട് ജോലിക്ക് പോയിട്ട് ബോംബെ എയർപോർട്ടിൽ ജോലി വാങ്ങിക്കൊടുത്ത്. അപ്പൊ ബോംബെ എയർപോർട്ടിൽ ജോലി വാങ്ങിക്കൊടുക്കുമ്പോ അവിടെ എയർപോർട്ട് ജോബിന് കുറച്ച് കൃത്യനിഷ്ഠകളൊക്കെ ഉണ്ട്. വൃത്തിയില്ലാത്ത താടിയും മുക്കാ പാൻ്റ് ഒന്നും ഇട്ട് അവിടെ സംഭവിക്കൂല. അറ്റ്ലീസ്റ്റ് നീ നിന്റെ താടി ട്രിം ചെയ്തെങ്കിലും വരാന്ന് പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കാണ്ടവൻ പുറത്ത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ഇവനെ പറഞ്ഞ് മനസ്സിലാക്ക്, നിങ്ങളെ നാട്ടിലാണ് അടുത്ത് പറഞ്ഞാണ് ഈ പയ്യന്മാരെന്റെ അടുത്ത് എത്തിച്ച്. അപ്പൊ ഇവൻ എങ്ങനെയും തയ്യാറാവൂല. ഇവന്റെ ബ്രെയിൻ മുഴുവൻ സ്വർഗത്ത് പോണ ഇവന്റെ ഉമ്മനെയും ഇവന്റെ അനിയനും മാത്രമാണ് ഇവർക്ക് ഓർമ്മയുള്ളത്. അങ്ങനെ അവസാനം എന്ത് പറഞ്ഞിട്ട് ശരിയല്ല. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ഇവൻ ശരിയാവൂല, ഇവൻ ആ ജോലിയൊന്നും എടുക്കൂല, അവന് സ്വർഗത്തിലേക്കുള്ള ഹൂറികളെ തെരഞ്ഞാണ്, എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവാവണം എന്ന് അവനുണ്ട്. ഞാൻ പറഞ്ഞു, നീ അവിടുന്ന് പോയി മാറി താമസിക്കും, നിന്റെ നാട്ടിൽ പോ, നിന്റെ നാട്ടിൽ കണ്ണൂരിലേക്ക് പോയിട്ട് അവിടെ നിന്റെ ആൾക്കാരെ കൂട്ട്. അതിനവന് ധൈര്യമില്ല, അത്രേ ധൈര്യമുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ. അപ്പൊ ഇത് 2006 ഈ കഥ. 2006 കഥയാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ ഇപ്പം മാറ്റി ആ അച്ഛൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ഇവരെ കഥയൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പൊ ഇതുപോലെ എത്രയോ ഫാമിലികള് നമ്മൾ അറിയാത്ത ബിയോണ്ട് ബോർഡേഴ്സ്. അതാണ് ബിയോണ്ട് ബോർഡേഴ്സ് എന്നുള്ള അർത്ഥം. ഒന്ന് അപ്പോൾ അത് കേരളത്തിന്റെ മാത്രം കഥയല്ല, രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും എല്ലാം ഈ മതപരിവർത്തന മാഫിയ ഇങ്ങനെ ഉഗ്രരൂപം പേറിയിരിക്കുന്നതിൻ്റെ വലിയ സംഭവങ്ങളാണ് ഈ സിനിമയിലുടനീളമുണ്ട് എന്ന് സംവിധായകൻ പറയുന്നത്.